ഒത്തിരി വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ താല്പര്യത്തോടെ റിക്വസ്റ്റ് ചെയ്തൊരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. സർ, NDAയിൽ അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഒത്തിരിയുണ്ട്. NDAയുടെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. എന്തൊക്കെയാണ് NDA എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? NDA, അതായത് നാഷണൽ ഡിഫൻസ് അക്കാഡമി, 3 സർവീസിലേക്കും ട്രൈ സർവീസ്, ഇങ്ങനെ 3 സർവീസിലേക്കും ഒരുമിച്ച് ഒരിടത്തൊരു ട്രെയിനിങ് കൊടുക്കുന്നത് എനിക്ക് തോന്നുന്നത് ലോകത്തിൽ ആദ്യമായിട്ട് ഇന്ത്യയിലായിരിക്കും എന്ന് തോന്നുന്നു. ആ ഒരു രീതിയിലാണ് കാണുന്നത്. നമുക്കറിയാം, പൂനെയിൽ 7000 ഏക്കർ ക്യാമ്പസാണ്. 7000 ഏക്കർ? അതെ, ഡിഫൻസ് അക്കാഡമിക്കുള്ളത്. അപ്പോൾ ഇത് എല്ലാ വർഷവും 2 തവണയാണ് എക്സാം നടക്കാറുള്ളത്. എക്സാം നടക്കുന്നത് ഏപ്രിൽ മാസത്തിലും, ഇത്തവണത്തെ ഏപ്രിൽ 2026 ഏപ്രിൽ 12-നാണ് പരീക്ഷ നടക്കുന്നത്. ഏപ്രിൽ മാസത്തിലും അതുപോലെ തന്നെ സെപ്റ്റംബറിലുമാണ്. ഏപ്രിൽ മാസം നടക്കുന്ന പരീക്ഷയ്ക്കുള്ള നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അത് ഡിസംബർ 30-ാം തീയതി വരെ കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാം. ആപ്ലിക്കേഷൻ ഫീസ് 100 രൂപ മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ മെയ് മാസത്തിൽ വരും. അതിൻ്റെ പരീക്ഷയാണ് സെപ്റ്റംബറിൽ നടക്കുന്നത്. ഇപ്പോൾ +2 പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും കഴിഞ്ഞ വർഷം, അത് 2025 +2 പാസ്സായവർക്കും എഴുതാം. ഇതിൻ്റെ ഒരു ഏജ് എന്ന് പറയുന്നത് 16.5 to 19.5. 16 മുതൽ 19 വരെ. അപ്പോൾ ആ ഒരു ഏജ് ഗ്രൂപ്പിൽ വരുന്നവരാണ്. അപ്പോൾ ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും എഴുതാം, കഴിഞ്ഞ വർഷം പാസ് ഔട്ട് ആയവർക്കും എഴുതാൻ പറ്റും. +2 പഠിക്കുന്ന റിപ്പീറ്റേഴ്സിനും ചിലപ്പോൾ എഴുതാൻ പറ്റും. ആ ഒരു ഏജ് ഗ്രൂപ്പാണ് ഉദ്ദേശിക്കുന്നത്. സാർ, ആദ്യമേ നമ്മളൊരു NDA എന്ന് പറയുമ്പോൾ ഒത്തിരി വിദ്യാർത്ഥികൾക്ക് കൃത്യമായ ഐഡിയ ഉണ്ട്, പാഷൻ ഉണ്ട്. എന്നാൽ കുറച്ച് വിദ്യാർത്ഥികൾക്ക് ഒരു യൂട്യൂബിലും അല്ലെങ്കിൽ മറ്റു കണ്ടൊരു പരിചയം മാത്രമേ ഉള്ളൂ. ഏത് ആപ്റ്റിറ്റ്യൂഡുള്ള വിദ്യാർത്ഥികളാണ് NDA എന്ന് പറയുന്ന പ്രോഗ്രാം തിരഞ്ഞെടുക്കേണ്ടത് ഈ എക്സാം വഴി? വളരെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷ തന്നെയാണ് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച്. കാരണം നമ്മൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്താൽ മനസ്സിലാകും, IIT അഡ്മിഷൻ കിട്ടിയ കുട്ടികൾ പോലും അത് സ്കിപ്പ് ചെയ്ത് NDA അഡ്മിഷൻ എടുക്കാറുണ്ട്. അപ്പോൾ അത്രയും പ്രധാനപ്പെട്ട ഒരു പരീക്ഷ തന്നെയാണ് അത്. നമ്മുടെ ഒരു സംസ്ഥാനത്ത് അതിനൊരു അല്പം താല്പര്യവും കുറവും അറിവ് കുറവും ഉണ്ടോ എന്നൊരു സംശയം ഉണ്ടെന്നേ ഉള്ളൂ. അതെ, നമ്മൾ പൊതുവേ ഈ രാജ്യരക്ഷാ മേഖലയിൽ പൊതുവേ മലയാളികളുടെ എണ്ണം കുറവാണ്. അപ്പോൾ ഒരു രാജ്യരക്ഷയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ താല്പര്യമുള്ള ആളുകളായിരിക്കണം, നല്ല ഒബീഡിയൻ്റ് ആയിട്ട് രാജ്യസ്നേഹമുള്ള ആളുകളായിരിക്കണം. അപ്പോൾ ഒരു ഓഫീസർ റാങ്ക്, കമാൻഡർ റാങ്കിലൊക്കെ നമുക്കറിയാമല്ലോ, അവരുടെ ഒരു മൈൻഡ് സെറ്റ് അങ്ങനെ ആയിരിക്കണം, ഒരു ലൈഫ് സ്റ്റൈൽ തന്നെ. കാരണം തന്നെയല്ല, അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഉള്ളവർക്ക് ഇവിടെ അഡ്മിഷൻ ഉണ്ടാവുകയുള്ളൂ. ഇതിന് റിട്ടേൺ ടെസ്റ്റ് തന്നെയല്ല, വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. റിട്ടേൺ ടെസ്റ്റ് പോലെ തന്നെ അതേ വെയിറ്റേജോടുകൂടിയാണ് സർവീസ് സെലക്ഷൻ ബോർഡിൻ്റെ ഇൻ്റർവ്യൂ 5 ദിവസത്തെ നടക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു മൈൻഡ് സെറ്റുള്ള കുട്ടികൾ മാത്രമേ തിരഞ്ഞെടുക്കപ്പെടുകയുള്ളൂ. ഇതിൻ്റെ മറ്റ് പല അട്രാക്ഷൻസും കണ്ട് കുട്ടികൾ പരീക്ഷ എഴുതാറൊക്കെ ഉണ്ട്. കാരണം റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്, പഠിക്കുമ്പം ഫ്രീ ആയിട്ട് പഠിക്കാൻ തന്നെയല്ല, നമുക്കൊരു 56,000 രൂപ എല്ലാ മാസവും നമുക്ക് കിട്ടുന്നു. അതായത് ഈ എക്സാം എഴുതി അടുത്ത മാസം മുതൽ. അതെ. പിന്നെ കേരള ഗവൺമെൻറ് NDA അഡ്മിഷൻ നേടുന്നവർക്ക് 2 ലക്ഷം രൂപ സ്കോളർഷിപ്പ് വേറെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരുപാട് ആനുകൂല്യങ്ങൾ നമ്മൾ പറയുമ്പോൾ റേഷനുണ്ട്, യൂണിഫോമുണ്ട്, കുട്ടികൾക്ക് അവർക്ക് ഫീസ് റിഡക്ഷനുണ്ട്, ഹോസ്റ്റൽ കൊടുക്കുന്നുണ്ട്, പിന്നെ MSP മിലിറ്ററി സർവീസ് പേ ഉണ്ട്, പിന്നെ HRA റെൻ്റ് അലവൻസ് കിട്ടുന്നുണ്ട്, TA കിട്ടുന്നുണ്ട്. ഒരുപാട് അഡീഷണൽ ആയിട്ടുള്ള ഇൻകം വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അട്രാക്ഷനൊക്കെ ഉണ്ട്. പല കുട്ടികളും ഈ ടെസ്റ്റ് എഴുതുകയും ടെസ്റ്റ് ക്വാളിഫൈ ചെയ്യുകയും ചെയ്യാറുണ്ട്. കാരണം 3 ഇരട്ടി കുട്ടികൾ ടെസ്റ്റ് ക്വാളിഫൈ ചെയ്യും, 3 ആവശ്യത്തിനുള്ളതിൽ. അതിൽ നിന്നാണ് പിന്നെ SSB ഇൻ്റർവ്യൂവും മെഡിക്കലും കഴിയുമ്പോഴാണ്. വേക്കൻസികളാണ് ഇതിനുള്ളത്. ഇത്തവണ 394 വേക്കൻസികളാണ് ഇത്തവണയുള്ളത്. ഒരു 400 അടുത്താണ് സാധാരണ എല്ലാ വർഷവും കാണുന്നത്. ആ 394 പകുതി കൂടുതൽ 208 ആണെന്ന് തോന്നുന്നു. 208 ആർമി വിങ്ങിൽ തന്നെയാണ്. പിന്നെ കൂടുതൽ വരുന്നത് എയർഫോഴ്സ് വിങ്ങിലാണ്, 100 റേഞ്ച് വരും. നേവിയിലും നേവൽ അക്കാഡമിയിലുമായിട്ട് കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ പെൺകുട്ടികൾക്ക് കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് ഗേൾസിനും അപ്ലൈ ചെയ്യാം. അവർക്കാകെ എല്ലാ സർവീസിലും കൂടെ 24 സീറ്റ് അവൈലബിൾ ആയിട്ടുള്ളൂ. സാർ, അപ്പോൾ ഒരു NDA വഴി ഒരാൾ അഡ്മിഷൻ നേടുവാണെങ്കിൽ ഏത് റേഞ്ചിലായിരിക്കും, ഏതൊരു റാങ്കിലാണ് അഡ്മിഷൻ, അതായത് ഒരു ജോലി സ്റ്റാർട്ട് ചെയ്യപ്പെടുന്നത്, ഏത് പൊസിഷൻ വരെ എത്തപ്പെടാനുള്ള സാധ്യതകളുണ്ട്? NDAയിൽ ഫസ്റ്റ് അപ്പോയിൻമെൻറ്റ് നമുക്കറിയാം 3 സർവീസുകളാണുള്ളത്. അതിനകത്ത് ആർമിയിലാണെങ്കിൽ ആദ്യം ലെഫ്റ്റനൻ്റ് ആയിട്ടാണ്, അത് നേവിയിലാണെങ്കിൽ സബ് ലെഫ്റ്റനൻറ്റ്, ഇനി എയർഫോഴ്സിലാണെങ്കിൽ ഫ്ലൈയിങ് ഓഫീസറായിട്ടാണ് നിയമനം വരുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് നമ്മളിപ്പോൾ ആർമി വിങ് എടുക്കുകയാണെങ്കിൽ ആർമിയിലെ ആദ്യത്തെ അപ്പോയിൻമെൻറ്റ് ലെഫ്റ്റനൻ്റ് ആയിട്ടാണ്. അപ്പോൾ ലെഫ്റ്റനൻറ്റിന് ശേഷം ആദ്യത്തെ പ്രൊമോഷൻ എന്ന് പറയുന്നത് ക്യാപ്റ്റനായിട്ടാണ്. ക്യാപ്റ്റന് ശേഷം ഉടനെ വരുന്നത് മേജറാണ് വരുന്നത്. മേജറിന് ശേഷം വരുന്നത് ലെഫ്റ്റനൻറ്റ് കേണലാണ്.
ലെഫ്റ്റനൻറ്റ് കേണൽ, ദെൻ കേണൽ, അടുത്തത് കേണലായിട്ട് വരും, അടുത്തത് ബ്രിഗേഡിയറാണ്, ബ്രിഗേഡിയർ, പിന്നെ വരുന്നത് മേജർ ജനറൽ, മേജർ ജനറൽ, അതിന് ശേഷമാണ് വരുന്നത് ലെഫ്റ്റനൻറ്റ് ജനറൽ വരും. മേജർ ജനറൽ, ലെഫ്റ്റനൻറ്റ് ജനറലിന് ശേഷം ജനറൽ വരിക, ജനറൽ. പിന്നെ ഒരു പോസ്റ്റാണ് വരുന്നത് നമുക്ക് ഫീൽഡ് മാർഷൽ എന്നുള്ള ഒരു വളരെ റെയറായിട്ടേ വരുന്നുള്ളൂ. അപ്പം ഇത് ഇങ്ങനെ ഈ ഒരു പാറ്റേണിലാണ് പോകുന്നത്. അതായത് സാർ, അപ്പം ഒരു NDA വഴി അഡ്മിഷൻ നേടിയ ഒരു വിദ്യാർത്ഥിക്ക് ഒരു പക്ഷേ ഏറ്റവും ടോപ്പിൽ വരെ എത്താനുള്ള സാധ്യതകളുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കിയാൽ ഈ ടോപ്പിലെത്തുന്ന, അതിപ്പോൾ 3 സർവീസ് ആണെങ്കിലും ടോപ്പിലെത്തുന്ന ആളുകൾ, ടോപ്പ് മോസ്റ്റ് ആയിട്ട് വരുന്ന ആളുകൾ എല്ലാവരും തന്നെ NDA വഴി വരുന്നവരാണ്. കൂടുതൽ സർവീസ് ഉണ്ട്, കൂടുതൽ അവസരങ്ങൾ, കൂടുതൽ സർവീസ് +2 കഴിയുമ്പം തന്നെ വരുന്നതാണ്. അപ്പം ഇതിനൊക്കെ സർവീസ് ബേസ്ഡായിട്ടും പിന്നെ കിട്ടുന്ന ബാഡ്ജുകളുടെ ബേസിലും അവർക്ക് കിട്ടുന്ന റിവാർഡുകളുടെയൊക്കെ ബേസിലൊക്കെയാണ് ഈ വലിയ ഉയർന്ന പോസ്റ്റുകളിലേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് മിക്കവാറും NDA വഴി കയറുന്നവർക്ക് അതിന് സാധ്യത വരുന്നത്. സാർ, അതുപോലെ തന്നെ പലപ്പോഴും വിദ്യാർത്ഥികൾ പറയുന്ന ഒരു കാര്യമാണ്, അതായത് ഒരു പക്ഷേ ഒരു കൊമേഴ്സ്യൽ പൈലറ്റ് ലൈസൻസ് ഒക്കെ എടുക്കണമെങ്കിൽ ഒത്തിരി ചിലവാണ്. ഒരു 60 ലക്ഷം 70 ലക്ഷം ഒക്കെ ചിലപ്പോൾ ഒരു പക്ഷേ ബാഡ്ജും കാര്യങ്ങളും എല്ലാം കിട്ടി വരും. അതേസമയം ഈ പറഞ്ഞൊരു സ്കീം NDA വഴി ഫ്ലൈയിങ് ഓഫീസർ പോസ്റ്റിലേക്ക് അല്ലെങ്കിൽ പൈലറ്റായിട്ട് കയറി കഴിഞ്ഞാൽ വളരെ ലോ കോസ്റ്റിൽ, എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഇല്ലാതെ തന്നെ പൈലറ്റ് ആവാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, റിട്ടയർഡ് ആകാൻ. അതുകൊണ്ട് ഒരു കുറച്ച് സമയം മാത്രം കണ്ടല്ലേ നിർബന്ധിതമായിട്ട് അവർ പറയുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പം പൈലറ്റ് ആകാൻ പറ്റുന്നവർക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷനായിട്ട് ചില വിദ്യാർത്ഥികൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിനെ എങ്ങനെ വിലയിരുത്തുന്നു? നമ്മൾ ഒറ്റ നോട്ടത്തിൽ അത് ശരിയാണ്. നമുക്ക് ഇപ്പോൾ പൊതുമേഖലയിൽ ആണെങ്കിൽ പോലും നമ്മൾ ഏറ്റവും മിനിമം ഇപ്പോൾ ഇന്ദിരാഗാന്ധി രാഷ്ട്രീയ ഉറാൻ അക്കാദമി, റായ്ബറേലി, അവിടെയാണ് നമുക്ക് പൊതുമേഖലയുള്ള സ്ഥാപനം. അപ്പോൾ അവിടെയാണെങ്കിൽ പോലും നമുക്ക് എല്ലാ ചിലവും കൂടെ നോക്കുമ്പോൾ ഒരു 65 ലക്ഷം രൂപ എന്താണെങ്കിലും ചിലവ് വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് പൈസ കിട്ടിക്കൊണ്ട് നമുക്കൊരു ഫ്ലൈയിങ് ഓഫീസറായിട്ട് നമുക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിക്കഴിയുമ്പോൾ അവിടെ കൊമേഴ്ഷ്യൽ CPL നമുക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഈ പറയുന്ന വർഷങ്ങൾ നമ്മൾ ജോലി ചെയ്തതിന് ശേഷം നമ്മൾ പുറത്തിറങ്ങി വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു എയർലൈനിൽ തന്നെ നല്ല രീതിയിലുള്ള ഒരു പൈലറ്റ് എന്നുള്ള രീതിയിലുള്ള അപ്പോയിൻമെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അത് ശരിയാണ്. പക്ഷേ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം, അത് അങ്ങനെ കുട്ടികൾ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് NDAക്ക് അല്ലെങ്കിൽ NDA ഒഫീഷ്യൽസിന് അറിയാവും. അപ്പോൾ അതുകൊണ്ട് അവർ ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആയിരിക്കും തീർച്ചയായിട്ടും നമുക്ക് SSBയിൽ ഉണ്ടാകും. ആ ഒരു ഇൻ്റർവ്യൂ ആണ് അതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം. ടെസ്റ്റ് പകുതിയേ ഉള്ളൂ, ബാക്കി പകുതി ഇൻ്റർവ്യൂ തന്നെയാണ്. അപ്പോൾ അവിടെ ഇതെല്ലാം പരീക്ഷിക്കപ്പെടും. ഏത് ഉദ്ദേശത്തിനായിരിക്കും ഈ കുട്ടി വന്നിരിക്കുന്നത് എന്ന് പരീക്ഷിക്കാനുള്ള രീതിയിലുള്ള വളരെ വിശദമായ രീതിയിലുള്ള ഒരു ഇൻ്റർവ്യൂ ആണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റ് മാത്രം ഇങ്ങനെ ഈ ഒരു ലാക്കോട് കൂടി പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മുടെ കയറി വരുമോ എന്നൊക്കെ നമുക്ക് പറയാൻ ബുദ്ധിമുട്ട് വരും. എങ്കിലും ഇതൊരു നല്ലൊരു സാധ്യതയാണ്. അപ്പോൾ ഡിഫൻസ് സെക്ടറിന് വളരെ അട്രാക്റ്റീവ് ആക്കുന്ന ഒരു കാര്യം തന്നെയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. സാറിന് നമ്മളൊരു എക്സാം പാറ്റേണിലേക്ക് വരികയാണെങ്കിൽ ഒത്തിരി വിദ്യാർത്ഥികൾ, അതായത് പ്രത്യേകിച്ചും റിപ്പീറ്റർ JMA പഠിക്കുന്ന വിദ്യാർത്ഥികൾ വളരെ ഈസി ആയിട്ട് ഈ പറയുന്ന റിട്ടേൺ എക്സാം ക്വാളിഫൈ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അവർക്കതൊരു പക്ഷേ വളരെ കംഫർട്ടബിൾ ആയിരുന്നു. അതേസമയം അങ്ങനെയുള്ള പല വിദ്യാർത്ഥികളും ഒരു പ്രോപ്പറായ ഒരു പരിഗണനയൊന്നും ഈ പറഞ്ഞ SSB ഇൻ്റർവ്യൂവിന് കൊടുക്കാത്തത് കൊണ്ട് അവരൊന്നും ചിലർ ക്വാളിഫൈ ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുമില്ല. അപ്പോൾ ഈ ഒരു വിദ്യാർത്ഥികളുടെ പോയിന്റ് ഓഫ് വ്യൂ, എക്സാം ഉണ്ട്, എക്സാം പാറ്റേൺ ഉണ്ട്, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെയാണ് SSB ഇൻ്റർവ്യൂവിന് പോകുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങൾ? നമുക്ക് ആദ്യത്തെ എക്സാമിലേക്ക് വരാം. എക്സാമിൽ നമുക്ക് 2 പേപ്പറാണ് ഉള്ളത്. ഫസ്റ്റ് പേപ്പർ ആകെ 5 മണിക്കൂർ എക്സാമാണ്. 5 മണിക്കൂർ. ഓരോ പേപ്പറിന് 2.5 മണിക്കൂർ വീതമാണ് കൊടുത്തിരിക്കുന്നത്. ആദ്യത്തെ മാത്തമാറ്റിക്സ് ആണ് ഫസ്റ്റ് പേപ്പർ, രണ്ടാമത്തെ ജനറൽ എബിലിറ്റി ടെസ്റ്റ്. അപ്പോൾ ഈ 2 പേപ്പറാണ് ഉള്ളത്. അപ്പോൾ ഈ മാത്തമാറ്റിക്സിൻ്റെ പേപ്പറിന് 300 മാർക്കാണുള്ളത്. മാത്സിന് തന്നെ 300 മാർക്ക്, 120 ക്വസ്റ്റ്യൻ. 120 ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റ്യന് 2.5 സ്കോറും, മൈനസ് മാർക്ക് ഈ 2.5ൻ്റെ 1/3 എൻ്റെ 1/3 മൈനസ് മാർക്കായിട്ടും പോകും. നെഗറ്റീവ് സാധാരണ പോലെ തന്നെ ഒബ്ജക്റ്റീവിന് അങ്ങനെ ഉണ്ടല്ലോ. ഇനി അപ്പോൾ അങ്ങനെ 300 മാർക്ക് ടോട്ടൽ സ്കോർ ചെയ്യാം. രണ്ടാമത്തെ പേപ്പർ എന്ന് പറയുന്നത് അവിടെ നമുക്ക് ടോട്ടൽ 600 മാർക്ക് വരുന്നുണ്ട്. അതായത് 300ൻ്റെ ഇരട്ടി പേപ്പർ 2വിലുണ്ട്. അവിടെ അതിൽ 200 മാർക്കും ഇംഗ്ലീഷാണ്. 200, ഈ 600ൽ 200 ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷിന് 50 ക്വസ്റ്റ്യൻ ഉണ്ടാവും. അത് ഗ്രാമർ കോംപ്രിഹെൻഷൻ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ വരുന്നത്. ഓരോ ക്വസ്റ്റ്യനും 4 മാർക്ക് വീതമാണ്. അപ്പോൾ 50 × 4 200. അവിടെയും മൈനസ് മാർക്കുണ്ട്. ഇതിൻ്റെ 1/3 മൈനസ് മാർക്ക് വരുന്നത്. പിന്നെയുള്ള 400 എന്ന് പറയുമ്പോൾ അത് വേണമെങ്കിൽ 2ആയിട്ട് തിരിക്കാം. അതിനകത്ത് സയൻസും മറ്റ് ജനറൽ സോഷ്യൽ സയൻസ് ഏരിയയും ഉണ്ട്. ഒരു 20-25% ഫിസിക്സാണ് വരുന്നത്. പിന്നെ ഒരു 15% കെമിസ്ട്രി ഉണ്ടാവും. ബാക്കി ഒരു 10% ബാക്കി ജനറൽ സയൻസ് വരും.
പിന്നെ ഒരു 20% ഹിസ്റ്ററി വരാം, 20% ജോഗ്രഫി. അത് രണ്ടുമാണ് ഈ സോഷ്യൽ സയൻസ് ഏരിയയിൽ ഏറ്റവും കൂടുതൽ കാണുന്നത്. പിന്നെ GK, കറണ്ട് അഫയേഴ്സ്, അങ്ങനെ കുറച്ച് ഇവിടെ ബാക്കി എല്ലാം കൂടെ. അപ്പോൾ അത് 100 ക്വസ്റ്റ്യൻ ആവുള്ളൂ. അപ്പോൾ 100 ക്വസ്റ്റ്യൻ 4 മാർക്ക് വീതം 400 മാർക്ക്. അവിടെ നെഗറ്റീവ് ഉണ്ട്, -1/3 നെഗറ്റീവ് വരും. അപ്പോൾ എത്രയാണോ അതിൻ്റെ 1/3 നെഗറ്റീവായിട്ട് പോകും. അപ്പോൾ ഇങ്ങനെ 600-ഉം 300-ഉം 900 മാർക്ക്. പേപ്പർ 1-ൻ്റെ 300-ഉം പേപ്പർ 2-ൻ്റെ 600. അപ്പോൾ ഈ 900-ൽ സാധാരണ ഒരു 50% താഴെ സ്കോർ ചെയ്യുന്നവർ, അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിലേക്ക് വരുന്നവരെയാണ് SSB ഇൻ്റർവ്യൂവിന് വിളിക്കുന്നത്. അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഓരോ പേപ്പറിനും 25% മാർക്കെങ്കിലും മിനിമം സ്കോർ ചെയ്തിരിക്കണം, എങ്കിലേ അവർ ഇൻ്റർവ്യൂവിന് എലിജിബിൾ ആവുകയുള്ളൂ. രണ്ടാമത്തേതാണ് നമ്മുടെ SSB ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. ഏറ്റവും ടൈറ്റ് എന്ന് വിലയിരുത്തപ്പെടുന്നത് ഒരു അതെ, അതും 900 മാർക്ക് തന്നെയാണ്. ഈ 900 മാർക്കിൽ SSB ഇൻ്റർവ്യൂവിൽ 3 ഓഫീസേഴ്സ് നിർബന്ധമായിട്ടും ഉണ്ടാവും. സൈക്കോളജിസ്റ്റ് ഉണ്ടാവും, ഗ്രൂപ്പ് ടെസ്റ്റിംഗ് ഓഫീസർ ഉണ്ടാവും, ഇൻ്റർവ്യൂയിങ് ഓഫീസർ ഉണ്ടാവും. അപ്പോൾ അതിനകത്ത് വരുന്നത് പിക്ചർ പെർസെപ്ഷൻ ടെസ്റ്റ് ഉണ്ടാവും, തീമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഉണ്ടാവും, അതുപോലെ തന്നെ സിറ്റുവേഷൻ റെസ്പോൺസ് ഉണ്ടാവും, ഒബ്സ്റ്റക്കിൾ ഫേസിങ് ഉണ്ടാവും, അതുപോലെ തന്നെ ഇൻ്റലിജൻസ് ടെസ്റ്റ് ഉണ്ടാവും, പിന്നെ ഗ്രൂപ്പ് ടെസ്റ്റിംഗ് ഓഫീസേഴ്സിൻ്റെ ടാസ്കുകൾ അങ്ങനെയുള്ളതെല്ലാം ഉണ്ടാവും. പിന്നെ അതുകൂടാതെ സൈക്കോളജി ടെസ്റ്റുകൾ ഉണ്ടാവും, കോൺഫറൻസ്, GD, ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് 5 ദിവസത്തെയാണ്. അപ്പോൾ ഇതിനകത്ത് ഇടയ്ക്ക് ഫെയിലാകുന്നവരെ അപ്പോൾ തന്നെ പറഞ്ഞു വിടും. പിന്നെ ഇൻ്റർവ്യൂവിന് നമുക്ക് യാത്രപ്പടിയുണ്ട്, 3rd AC ട്രെയിനിൽ നമുക്ക് 3rd AC ടിക്കറ്റ് ഫെയർ ഒക്കെ കിട്ടും, അത് ഇൻ്റർവ്യൂവിന് തരുന്നുണ്ട്. അപ്പോൾ ഇത്രയും 5 ദിവസമായിട്ട് ഇങ്ങനെ വളരെ നല്ലൊരു ഇൻ്റർവ്യൂ ഉണ്ട്. അതിനുശേഷം ഫിസിക്കൽ ഉണ്ടാവും. ഫിസിക്കൽ നടത്തുന്നത് നമുക്ക് ഈ 3 സർവീസിലേക്കും നടത്തുന്ന ഫിസിക്കൽ ടെസ്റ്റുകൾ തമ്മിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്, ഓരോന്നിനും കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. പിന്നെ മെഡിക്കൽ ടെസ്റ്റ് ഉണ്ടാവും. അതിനുശേഷമാണ് ഫൈനൽ റാങ്ക് ലിസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതിനകത്ത് ഓരോരുത്തർ ഏത് സർവീസിലേക്കാണ് അതിനു മുമ്പ് നമുക്കിത് ചൂസ് ചെയ്യാൻ ഓപ്ഷൻ കൊടുക്കാൻ അവസരമുണ്ട്. അപ്പോൾ ഏത് സർവീസിലേക്കാണെന്ന് അതിന് ശേഷമാണ്. അപ്പോൾ അങ്ങനെ 1800 മാർക്കാണ്. 900 ടോട്ടൽ 1800. അതിലൊരു 40% to 50% ഒക്കെ ആണ് സാധാരണ കട്ട് ഓഫ് ഒക്കെ ആയിട്ട് കാണാറുള്ളത്. സാർ, ഇപ്പം സയൻസ്, കൊമേഴ്സ് അങ്ങനെ എല്ലാ വിദ്യാർത്ഥികൾക്കും എഴുതാൻ പറ്റുമോ, അതോ ഈ പറഞ്ഞ ഇന്ന ബാക്ക്ഗ്രൗണ്ട് തന്നെ ഇന്ന ഫീൽഡിലേക്ക് വേണം എന്നുള്ള നിർബന്ധങ്ങൾ വല്ലതും ഉണ്ടോ? നമുക്ക് NDA എല്ലാ വിദ്യാർത്ഥികൾക്കും എഴുതാം. പക്ഷേ അതിനകത്ത് നമുക്ക് നേവൽ വിങ്ങിലേക്കും അതുപോലെ തന്നെ എയർഫോഴ്സിലേക്കും സയൻസ് PCM പഠിച്ചിരിക്കണം. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് പഠിച്ചവർക്കേ പറ്റുള്ളൂ. അതേസമയം ആർമിയിലേക്ക് സയൻസും കൊമേഴ്സും ഹ്യൂമാനിറ്റീസ് ഏത് സ്ട്രീമിലുള്ളവർക്കും തിരഞ്ഞെടുക്കാം. പക്ഷെ നമുക്കറിയാം, പരീക്ഷയിൽ സയൻസ് നല്ല രീതിയിൽ, മാത്സ് തന്നെ ഒരു പേപ്പർ വരുന്നുണ്ട്, സയൻസും വരുന്നുണ്ട്. ഇങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളത് ശരിയാണ്, പരീക്ഷ എഴുതുകയും ചെയ്യാം. സാർ, ഇപ്പം പലരും പറഞ്ഞു കേട്ടുള്ള ഒരു കാര്യമാണ്, അതായത് അവർ +2 കാലയളവിൽ NCC A സർട്ടിഫിക്കറ്റ് കിട്ടിയവരുണ്ട്, B സർട്ടിഫിക്കറ്റ് കിട്ടിയവരുണ്ട്, C സർട്ടിഫിക്കറ്റ് കിട്ടിയവരുണ്ട്. ഇവർക്ക് എന്തെങ്കിലും ബെനിഫിറ്റ്സുകളൊക്കെ കിട്ടാൻ സാധ്യതയുണ്ടോ ഈ എക്സാം പാറ്റേണിൽ നോക്കുമ്പോൾ? NCC C സർട്ടിഫിക്കറ്റുകാർക്ക് ബെനിഫിറ്റ് ഉണ്ട്. അത് NDAയിലല്ല, അവർക്ക് CDSലേക്ക് വരുമ്പോൾ നല്ല രീതിയിൽ അവർക്ക് എക്സാം ബൈപ്പാസ് ചെയ്തുകൊണ്ട് എക്സാം എഴുതാതെ പോകാനുള്ള അവസരമുണ്ട്. പക്ഷേ ഇന്ത്യയിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ C സർട്ടിഫിക്കറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ഈസി ആയിട്ടുള്ള കാര്യമല്ല, അങ്ങനെ കിട്ടാറില്ല. C സർട്ടിഫിക്കറ്റിനുള്ള ഏജ് നമ്മൾ 16-19 വരെയാണ് പറഞ്ഞത്, +2ലാണ് കുട്ടി പഠിക്കുന്നത്. അപ്പോൾ സിയിലേക്ക് എത്താനുള്ള സാധ്യതയില്ല. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ സാറിന് വരാറില്ല. ഇനി അങ്ങനെ വന്നെങ്കിൽ പോലും പ്രത്യേകതയൊന്നുമില്ല, അവരും ടെസ്റ്റ് എഴുതിയിരിക്കണം. കാരണം NDA ഏറ്റവും പ്രധാനമായിട്ട് പരിഗണിക്കുന്നതാണ്. അപ്പോൾ NDA സാധാരണ പോലെ തന്നെയാണ്, അവർക്ക് പ്രത്യേകിച്ച് റിസർവേഷനോ വെയിറ്റേജോ ഒന്നും കൊടുക്കാറില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം C സർട്ടിഫിക്കറ്റ് ഉള്ള ആളുകൾ NDAയിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ്. കാരണം വരാനുള്ള ഒരു ഡിഗ്രിക്ക് C കിട്ടുന്ന ഡിഗ്രിയിലേക്ക് വരുമ്പോഴാണല്ലോ. അപ്പോൾ അതുകൊണ്ട് CDSൽ നല്ല രീതിയിൽ ബെനിഫിറ്റ് ഉണ്ടെന്ന് തന്നെ നമുക്ക് പറയാം. സാർ, ഒരു കാര്യം, ഒരു പക്ഷേ NDA എഴുതി ഈ ഒരു +2 കഴിഞ്ഞ +2-നൊപ്പം അവർക്ക് അഡ്മിഷൻ നേടാൻ സാധിച്ചില്ലെങ്കിൽ പിന്നീട് എന്തെങ്കിലും അവസരങ്ങളുണ്ടോ? ഡിഗ്രി പഠിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ BTech പഠിച്ചതിന് ശേഷമോ അങ്ങനെ എന്തെങ്കിലും അവസരങ്ങൾ കിട്ടാറുണ്ടോ ഈ പറഞ്ഞ നമുക്ക് ഡിഫൻസിലേക്ക് ജോയിൻ ചെയ്യാൻ? നമുക്ക് +2 കഴിയുമ്പോൾ തന്നെ മറ്റ് 2 അവസരങ്ങൾ നേവിയും ആർമിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നേവിയിൽ BTech എൻട്രി വരുന്നുണ്ട്, നേവൽ എൻട്രി വരുന്നുണ്ട്, BTech നേവൽ എൻട്രി. അത് JEE മെയിൻ സ്കോറിൻ്റെ ബേസിലാണ്, NDA സ്കോർ ബേസിലല്ല. അതുപോലെ ആർമിയിലേക്കും ടെക്നിക്കൽ എൻട്രി ഉണ്ട്, ടെക്നിക്കൽ എൻട്രി വരുന്നത് അതും JEE മെയിൻ സ്കോറിൻ്റെ ബേസിലാണ്. ശരിക്കും പറഞ്ഞാൽ NDA അല്ല JEE മെയിൻ സ്കോർ ബേസിൽ. അതായത് നമ്മളിപ്പോൾ 2026 JEE മെയിൻ എഴുതുന്ന കുട്ടിക്ക്
26 നവംബറൊക്കെ ആകുമ്പോഴാണ് സാധാരണ ഈ നോട്ടിഫിക്കേഷൻ വരാറുള്ളത്. ഓക്കെ. അപ്പോൾ ആ സമയത്ത് നേവലും ഉണ്ടാവും, അതുപോലെ തന്നെ ആർമി വിങ്ങിലേക്കും ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ സ്കോറിൻ്റെ ബേസിൽ അഡ്മിഷൻ ഉണ്ടാവും. പിന്നെ ഡിഗ്രിക്ക് ശേഷം പല നമ്മൾ CDS പറഞ്ഞു, അതുപോലെ തന്നെ എയർഫോഴ്സിലേക്ക് അഫ്കാറ്റ് ഉണ്ട്, അങ്ങനെ പല രീതിയിലുള്ള പരീക്ഷകളുണ്ട്, നേവിയിലേക്കും ഉണ്ട്. ഡിഗ്രിക്ക് ശേഷം വരുന്നതാണ്. ഡിഗ്രിയോ അതുപോലെ തന്നെ ബിടെക്കോ. NDA എക്സാമിനെ കുറിച്ചും അതുപോലെ തന്നെ അതിൻ്റെ കൃത്യമായ അവസരങ്ങളെക്കുറിച്ചും വിദ്യാർത്ഥികൾക്കും പേരൻസും ഒക്കെ ഒരു കൃത്യമായ ഐഡിയ കിട്ടിക്കാണും എന്ന് ഞങ്ങൾ കരുതുകയാണ്. NDAക്ക് വേണ്ടി അപ്ലൈ ചെയ്യുന്നതിനുള്ള സമയമാണിപ്പോൾ. അപ്ലൈ ചെയ്യുന്നതിനായിട്ട് upsc.online.nic.in എന്നുള്ള വെബ്സൈറ്റ് സന്ദർശിക്കാം. ജോബി സാർ, ഇത് വളരെയധികം ഇൻട്രാക്റ്റീവ് ആയൊരു സെക്ഷനായിരുന്നു. ഒരുപക്ഷെ മലയാളികൾ കുറച്ചധികം കൂടുതൽ താല്പര്യം കാണിക്കേണ്ട, ഒരുപക്ഷെ ഇനി വരും വർഷങ്ങളിലൊക്കെ കുറച്ചും കൂടെ വിദ്യാർത്ഥികൾ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഫീൽഡായിട്ട് ഇപ്പോഴും പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, കുറച്ചുകൂടെ കൂടാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്കും പേരൻസിനും ഒക്കെ കൃത്യമായ ഒരു ഇൻഫർമേഷൻ നൽകാനായിട്ട് ഈ ഒരു സെക്ഷനിൽ കഴിഞ്ഞിട്ടുണ്ട്. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. Brilliant Study Center, India's #1 coaching center for NEET and JEE.